സ്വന്തം ചാരുമുഖി പാരം നീ സ്നേഹിക്കും നിൻ പ്രിയദേവൻ എന്നാവൻ അതിനായിരമതിലുത്തമനാ തൻ പൂങ്കാവാടിസരായി ശുദ്ധൻ യാക്കോബിൻ ലതയിൽ രക്തൻ തീർത്തൈലത്തിൽ മൃദുലൻ ലബനോൻ താരകിൽ പാർക്കിലിവൻ ദൈവസരൻ വിസ്തൃതനാമിവനെ നാം വാഴ്ത്തിയിടുന്നു. സ്തോമൻ കാലോ സ്തോത്രവും പ്രഭയും പകർച്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യം ഇടപെടാതെ അർപ്പിക്കുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിലും തൻ്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വാനിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത ദാസരുടെ മോചന വാഴ്വിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും തനിക്ക് ആരാധന സ്തുതിയും യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്നവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മോറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കർ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധം നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹനിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോട് പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലേഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദ മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായി ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ മുദ്രനായി മണവാളനും മുദ്രയായി മണവാട്ടിയും ജ്ഞാനസമ്പൂർണ്ണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവ്, ഇവരുടെ വിവാഹ സകല മാലിന്യങ്ങൾ നമ്മളേച്ഛതകളുടെ മകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവ്, യുഗത്തിലും പരത്തിലും ഭംഗമായവരെ നീ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറേന്മാരും മലാഖമാരും ഇവിടെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോട് ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഇതിനു മുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരു മുമ്പാകെ നിന്ന് ഇടപെടാതെ നിന്നെ നിന്റെ പിതാവിനെ വിശുദ്ധാത്മാവിനെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ.
ഹോശോ വബ്കുല സുബാൻ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങൾ നാം എന്നേക്കും പ്രാപിക്കുമാറാകട്ടെ. പതിവൃതയാ പരിപാലന സഭയെ വാനോത്കാലം വീട്ടൊരു നേരം ശീമോഞ്ഞോ എന്നാരം ഇവരെ ആഹ്വാനം ചെയ്യിപ്പിച്ചേവൻ വീടിൻ ഭരണം ശീമോൻ സുവിശേഷം യോഗം നിറയ്ക്കുമോ വ്രതനിഷ്ഠമെടുപ്പമുള്ള ആത്മാക്കളെ തനിക്കാവാൻ നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമാണ് വാളനായുള്ളവേ. തിരുവൻപാകെ നിൽക്കുന്ന ബലഹീന രാജ്യങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിൻ്റെ മധ്യസ്ഥന നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ ദാസരിൽ നിന്നും സ്വർണ്ണവിടികളാ നമ്മതിരുവരുള്ള മീശുവാൻ നീ ഇവരെ യോഗ്യരാക്കി തീർക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരപരമല്ലാത്തതായ ഐക്യവും ഇവരിലുണ്ടാകുമാറാകണമേ. ആത്മാവൻ ശരീരത്തിൽ പരസ്പരം നിർമ്മല സംരക്ഷിക്കുവാൻ അവർക്ക് ശക്തി നൽകുകയും ചെയ്യണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓശോ ബുകുല സുബാൻ ലവൽ തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും വിശുദ്ധ റൂഹായ്ക്കും സ്തുതി. വിശുദ്ധ സഭാ സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹം നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി വലങ്കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ബാറക്കുമോർ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലതുകൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും നീ സ്തുതി കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. ഹോശോ അബ്കുല ശുബാൻ ലവൽ മീ. വിശുദ്ധ
വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ മശിഹ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാവുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മലമായ മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ സന്നിധിയിൽ നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ബാറയ്ക്കുമോർ ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളും ആ ദാസനാദങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാർന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസം ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്ലീപായാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർദ്ധിക്കുമാറാകണമേ. ബാറയ്ക്കുമോർ ഓശോ കുൽസ്ബാൻ ലവൽ മീ അത്യുന്നതരുടെ മണവാട്ടി ആവണ സഭ ചൊല്ലിടുന്നു എന്വരനേവൻ ഞാൻ ധന്യൻ വന്ദിക്കുന്നേ നന്ദന്റെ വീട്ടൊരു മണവാളൻ തന്നെ എന്നീ മാമോദീസായ ആത്മീയായുധമണിച്ച വിരലിൽ മേൽമേരെ കണ്ണുകൾ ഓതിരമായ സിപ്പായ ഞാൻ തോള സുമുഖി സാഗരമോതുന്നേ സാധുവിഗീതം ഞാൻ പോകി ഇട്ടിടാൻ ബാറക്കുമോർ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പോലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ദൈവം തമ്പുരാൻ്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീത വൈദികരുടെ ധന്യമായ കാർമ്മികത്വത്തിൽ ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കടന്നു വന്നിരിക്കുന്ന ദൈവസ്നേഹികളെ, നമ്മുടെ കടമയും ഉത്തരവാദിത്വവും വളരെ വലുതാണ്. 2 വ്യത്യസ്തമായ കുടുംബങ്ങളിൽ ജനിച്ച് വളർത്തി പരിപാലിക്കപ്പെട്ട ഈ കുഞ്ഞുങ്ങൾ ഒരു ജീവിതത്തിൻ്റെ ഉടമസ്ഥാവകാശം കർത്തൃകരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങാൻ ഗുണം തയ്യാറെടുക്കുന്നു. ഉരുക്കി ചേർക്കപ്പെടുന്ന, ഇഴുകി ചേർക്കപ്പെടുന്ന ഒരു സ്വർഗീയ അനുഭവത്തിൽ കർത്താവിൻ്റെ കരങ്ങളാൽ ഇവർ ചേർക്കപ്പെടുവാൻ്റെ കോണം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം.
സാധാരണ ഒരു ചടങ്ങിൽ സംബന്ധിക്കുന്ന ലാഘവത്തോടെ ക്ഷണിക്കപ്പെടുന്ന ഒരു വിശുദ്ധ വിവാഹ കൂദാശയിൽ പങ്കെടുക്കുവാൻ നമുക്ക് പാടില്ല. കാരണം നമ്മുടെ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ഇവരൊന്നാകണം. അതിനുവേണ്ടിയാണ് ഇത്രമാത്രം വലിയ ഒരു ജനസമൂഹത്തെ വിളിച്ചു വരുത്തുന്നത്. ഒരുമനപ്പെട്ടുള്ള നമ്മുടെ പ്രാർത്ഥനാ സ്വർഗം കൈക്കൊണ്ട് ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. അതുകൊണ്ട് ക്ഷണിക്കപ്പെട്ടവരായിട്ടുള്ള എല്ലാവരും ദേവാലയത്തിൽ പ്രവേശിച്ച് നിങ്ങൾക്കറിയാവുന്ന ഗീതങ്ങൾ ചൊല്ലുകയും പ്രാർത്ഥനകൾ ചൊല്ലുകയും നിങ്ങളുടെ മനസ്സ് കർത്തൃ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇവർ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുകയും ചെയ്യണം. ആ കടമ വളരെ വലുതാണെന്ന് വീണ്ടും ഓർപ്പിക്കുന്നു. പ്രധാന കാർമ്മികൻ ഇപ്പോൾ അവസാനമായിട്ട് ചൊല്ലി നിർത്തിയൊരു പ്രാർത്ഥനയുണ്ട്. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്ന സത്യവിശ്വാസികളെ സംബോധന ചെയ്യുന്ന ഒരു വാക്യം. ഇത് ദൈവത്താൽ നീതീകരിക്കപ്പെട്ട വലിയൊരു സാക്ഷ്യ അനുഭവമാണ്. ഇത് ദൈവത്തിൻ്റെ നീതീകരണത്തിൽ പങ്കുചേരുവാനായിട്ട് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ പങ്കാളിത്തം ദൈവം തമ്പുരാൻ്റെ പ്രീതി വാത്സല്യങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഇറക്കി ആവശ്യപ്പാൻ തക്കവണ്ണം ആയിത്തീരണം എന്ന് ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ ഞാൻ ഓർപ്പിക്കുക. പ്രിയബോസനും സിനിയും ക്രൈസ്തവ പശ്ചാത്തലത്തിൽ അനുഗ്രഹീതമായി വളർത്തി പരിപാലിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. ഇവരെ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്ത് ഇപ്പോൾ കൂട്ടിച്ചേർക്കുകയാണ്. ദൈവികമായ കരുണയാൽ സ്നേഹാഗ്നിയാൽ ഒരുക്കി ചേർക്കപ്പെടണം. ദൈവത്താൽ നീതീകരിക്കപ്പെടണം. തുടർന്ന് വായനയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, സ്നേഹമാകുന്ന അഗ്നി കൊണ്ട് ഇവരെ ഉരുക്കി ചേർക്കണം. ഇരുമ്പൊക്കെ വെൽഡ് ചെയ്ത് ചേർക്കുന്ന വർക്ക്ഷോപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എവിടെയെങ്കിലും കിടക്കുന്ന 2 ഇരുമ്പ് തകടുകൾ വെൽഡ് ചെയ്ത് ചേർക്കാൻ പറ്റത്തില്ല. ആദ്യമേ അതിൻ്റെ ടെക്നീഷ്യൻ അതിൻ്റെ കറകളോ തുരുമ്പോ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ തല്ലി കളഞ്ഞിട്ട് മാത്രമേ അത് വെൽഡ് ചെയ്ത് ചേർക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ 2 കുഞ്ഞുങ്ങളും കുമ്പസാരിച്ച് സത്യവിശ്വാസമേറ്റ് പറഞ്ഞ് ദൈവികമായ വരപ്രസാദങ്ങളെ ചോദിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഇവരെ ഒരുക്കി നിർത്തിയിരിക്കുക. ഇപ്പോൾ ഇവരെ സ്നേഹാഗ്നി കൊണ്ട് ഒരുക്കി ചേർക്കപ്പെടുകയാണ്. നമുക്ക് നമ്മുടെ പ്രാർത്ഥനയാകുന്ന ആ വലിയൊരു അനുഭവത്തിൽ ഈ അഗ്നി ആളിക്കത്തണം. ഇവിടെ ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. അതുകൊണ്ട് ബോസിന് വേണ്ടി സിനിക്ക് വേണ്ടിയും ശ്രദ്ധയോടെ മനസ്സ് ദൈവസ്ഥലം സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ ഏവരും തയ്യാറാടും എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുക. ഈ വിവാഹ കൂദാശ പുരോഹിതൻ ആശീർവദിക്കുന്നുവെങ്കിലും പ്രധാന കാർമ്മികനായിട്ട് അദൃശ്യമായി എഴുന്നള്ളി കരമാവസിപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ട്. വാനിൽ നിന്ന് ഉടയവൻ്റെ കരങ്ങളാൽ മകുടം അണിയിക്കപ്പെടുകയാണ്. ഇവിടെ അണിയിക്കപ്പെടുന്ന മകുടം കുരിശാണ്. ലോകപരമായി കിരീടം അണിയിക്കപ്പെടുന്ന ചടങ്ങുകളൊന്നും ഇപ്പോൾ ഇല്ല. പണ്ട് രാജാക്കന്മാർക്കും രാജ്ഞിമാർക്കും അവരെ അഭിഷേകം ചെയ്യുന്ന ഒരു ഉഭയ ചിഹ്നമായിരുന്നു കിരീടം. ഇപ്പോൾ വാനിൽ നിന്ന് ഉടയവൻ്റെ കരങ്ങളാൽ കിരീടങ്ങൾ ആവസിച്ച് കുരിശാകുന്ന കിരീടം ആവസിപ്പിച്ച് ഈ കുഞ്ഞുങ്ങളെ കുടുംബജീവിതത്തിൻ്റെ ആധിപത്യം ദൈവം തമ്പുരാൻ നൽകുകയാണ്. ഇനിയും ദൈവത്തിന് വേണ്ടി സൃഷ്ടികർമ്മം നടത്തുവാൻ, സ്നേഹപരസ്പരമായ സ്നേഹാത്മാവിൽ ഒരുമനപ്പെട്ട് ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ വരപ്രസാദങ്ങളെ കൊടുക്കുകയാണ്. ഇതുവരെയും വ്യത്യസ്തമായ കുടുംബങ്ങളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ സ്വന്തം ഇഷ്ടത്തിലൊക്കെ ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചെയ്യുവാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നുവെങ്കിൽ ഇനി സ്നേഹത്തിൻ്റെ അഗ്നി കൊണ്ട് ഒരുക്കി ചേർത്ത ബോസനെ സിനിയെ ഓർപ്പിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് വ്യത്യസ്ത ഭാവങ്ങളില്ല. ഇനി നിങ്ങൾ ഒന്നാണ്. ഒരാലോചനയുള്ളൂ, ഒരു ചിന്തയുള്ളൂ, ഒരു പ്രവൃത്തിയേ ഉള്ളൂ. എല്ലാം ഒന്നായിത്തീരണം. അരിത്മെറ്റിക്കിൽ 1+1 = 2 എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇവിടെ സ്നേഹാഗ്നി കൊണ്ട് ഉരുക്കി ചേർക്കുന്നുകൊണ്ട് ഒരു വലിയ ഒന്നായി ഇവർ രൂപപ്പെടുകയാണ്. ഇനിയും വ്യത്യസ്തതകളില്ല. മണവാളന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഇതുവരെയും മണവാളുടെ സ്നേഹത്തിൻ്റെ സർക്കിൾ വളരെ ചെറുതായിരുന്നു. കുടുംബാംഗങ്ങൾ, കൂടെ പഠിച്ചവർ, സ്നേഹിതരൊക്കെ ആയിരുന്നുവെങ്കിൽ, മാതാവിനെയും കുടുംബാംഗങ്ങളെയൊക്കെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഇനിയും സ്നേഹത്തിൻ്റെ സർക്കിൾ വർദ്ധിക്കുകയാണ്. ഈ മണവാട്ടിയുടെ മാതാപിതാക്കളെയും സ്വന്തം മാതാപിതാക്കളായിട്ട് കരുതുവാൻ, അവരുടെ സഹോദരങ്ങളെ സ്വന്തം സഹോദരങ്ങളായി, ചാർച്ചക്കാരെ സ്വന്തം ചാർച്ചക്കാരായി സ്വീകരിപ്പാനും കരുതുവാനുമുള്ള വലിയൊരു സർക്കിൾ ഇവിടെ രൂപപ്പെടുകയാണ്. അതുപോലെ തന്നെ മണവാട്ടി സ്വന്തം മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയൊക്കെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഇനി മണവാട്ടിയുടെ ഒരു സർക്കിൾ വർദ്ധിച്ച് ഈ പ്രിയ സഹോദരൻ്റെ, ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെയൊക്കെ സ്നേഹിച്ച് സ്വന്തമെന്ന് കരുതുവാൻ ഇനി യാതൊന്നിലും വ്യത്യസ്തതയില്ല. കൊണ്ട് ഒരുക്കപ്പെടുന്ന സ്വർഗീയ അനുഭവത്തിൽ നിങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടട്ടെ. ഇന്ന് വിവാഹമോചനം വളരെ നടക്കുന്നുണ്ട്. സഭയുടെ ഒരു ചെറിയ സ്ഥാപനത്തിലിരിക്കുന്നുള്ളത് കൊണ്ട് എനിക്കറിയാം ഒരുപാട് പേര്
നിസ്സാരമായ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട്, പണ്ടൊക്കെ നമ്മുടെ വലിയപ്പച്ചനും വലിയപ്പച്ചമാർക്ക് വലിയ വിദ്യാഭ്യാസവും വലിയ പരിജ്ഞാനമൊന്നും ഇല്ലായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ കൃപയുടെ പരിജ്ഞാനമുണ്ടായിരുന്നുകൊണ്ട് സഹനത്തോട്, സ്നേഹത്തോട്, ക്ഷമയോട്, സഹിഷ്ണുതയോട് അവരൊന്നായിട്ട് ജീവിക്കുവാൻ കൊണ്ട് കരുതി. ആ വലിയ കൃപ ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകണം. സ്നേഹമാഗ്ദഗ്ധി കൊണ്ട് ഒരിക്കൽ ചേർക്കപ്പെടുകയാണ്. പരസ്പരം കരുതിയും കാത്തും പോകുന്ന ഒരു സ്വർഗീയ അനുഭവം ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകുവാൻ കൊണ്ടം നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ മണവാളൻ മണവാട്ടിയെ മിന്നണിയിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട്. അത് ഹൈന്ദവ പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ളതാണ് താലികെട്ട്, മിന്നുകെട്ട്. പക്ഷേ നിങ്ങൾ മിന്നണിയിച്ചവരും അണിഞ്ഞവരും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. സാവകാശത്തിൽ വീട്ടിൽ ചെന്നിട്ട് പരിശോധിച്ച് നോക്കണം. ഹൃദയത്തിൻ്റെ രൂപത്തിലുള്ള ഒരു സ്വർണ്ണ തകിടിൽ 9 മുത്തുകൾ ചേർത്ത് ഒരു സ്ലീബ അതിൽ ആലേഖനം ചെയ്ത് ആ സ്ലീബായാണ് മണവാളൻ മണവാട്ടിയെ അണിയിക്കുന്നത്. പുരോഹിതൻ വാഴ്ത്തിത്തരും. ഈ 9 മുത്തെന്ന് പറയുന്നത് പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യരോട് കൽപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ 9 ഫലങ്ങളാണ്. ആത്മാവിൻ്റെ 9 ഫലങ്ങൾ. ആത്മാവിൻ്റെ 9 ഫലങ്ങൾ വ്യത്യസ്തത കൂടാതെ ഒന്നായി നിൽക്കുന്നതാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, സൗമ്യത, പരോപകാരം, ഇന്ദ്രിയജയം തുടങ്ങി 9 സദ്ഗുണങ്ങളാകുന്ന ഒരു പഴക്കുലയാണ് കെട്ടിച്ചേർക്കുന്നത്. ഈ മുത്തുകൾ കൊണ്ട് സ്ലീബ ആലേഖനം ചെയ്യുക. രക്ഷകൻ്റെ വീണ്ടെടുപ്പിൻ്റെ സ്നേഹത്തിൻ്റെ ഉഭയചിഹ്നമാകുന്ന സ്ലീബ മണവാളൻ മണവാട്ടിയെ അണിയിച്ചു കഴിഞ്ഞാൽ ഇനിയും വ്യത്യസ്തതകളില്ല. പരസ്പരം പഴി പറയുവാനോ ആരോപിക്കുവാനോ തള്ളിപ്പറയുവാനോ ഒന്നും ഒരു അവകാശമില്ല. പറയുന്നെങ്കിൽ അത് മൗഢ്യമാണെന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം. കാര്യം ഒരു സാക്ഷികളുടെ സമൂഹത്തിന് മുന്നിൽ വെച്ച് സ്നേഹത്തിൻ്റെ ആത്മാവിൽ ഒന്നായിത്തീരുന്ന ഒരു ഉഭയസമ്മതം. ചിലക്കെ കൊണ്ട് കുറച്ച് കളയുമ്പോൾ അതിയെപ്പറ്റാണ് നിങ്ങളുടെ ഇത് പറിച്ചു കളയും. ദൈവം തമ്പുരാൻ തരുന്ന ഒരു സ്വർഗീയ ചിഹ്നമായത്. ഇത് മണവാട്ടിയുടെ അലങ്കാരമാണ്, അഭിമാനമാണ്, അനുഗ്രഹമാണ്. ഇതിനെ പരിരക്ഷിക്കണം. അതുകൊണ്ട് ഈ സ്ലീബ അണിയിക്കുന്നതോടുകൂടി മണവാളനും മണവാട്ടിയും ദൈവകൃപയിൽ ബന്ധിക്കപ്പെടുകയാണ്. ഈ സ്വർഗീയ അനുഭവം ലഭിക്കട്ടെ. ഇനി തുടർന്നുള്ള സ്ലീഹ വായനയിൽ ശുശ്രൂഷകൻ വേദഭാഗം വായിച്ച് കേൾപ്പിക്കും. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യരോട് പറയുന്ന വലിയൊരു പ്രബോധനം മണവാളനും മണവാട്ടിയും അവരുടെ കുടുംബജീവിതത്തിൽ എങ്ങനെയായിരിക്കണം. മണവാളനെ വിളിച്ച് പൗലോസ്ലീഹ കൽപ്പിക്കുന്നു, മണവാള നീ നിൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഒരു കാര്യമേ പറയുന്നുള്ളൂ. പക്ഷേ മണവാട്ടിയെ വിളിച്ചുകൊണ്ട് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ നിൻ്റെ ഭർത്താവിനെ അനുസരിക്കണം, നീ നിൻ്റെ ഭർത്താവിന് കീഴ്പ്പെടണം, നീ നിൻ്റെ ഭർത്താവിനെ വിധേയപ്പെടണം. അപ്പോൾ അവർക്ക് മണവാളൻ വിചാരിക്കും, എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഒരു കാര്യമാണ്, സ്നേഹിച്ചാൽ മതി. രാവിലെ എഴുന്നേറ്റ് ഒന്ന് തള്ളി സന്തോഷമൊക്കെ പ്രകടിപ്പിച്ച് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞാൽ മതിയെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. മണവാട്ടിയെ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് സഹനത്തോടെ, സഹിഷ്ണുതയോടെ, സഹിച്ചും ക്ഷമിച്ചും കരുതിയും കാത്തും പോകുന്ന സ്വന്തമായ ഒരു എക്സസൈസ്. നിങ്ങൾ 2 പേരും കൂടെ ചേരുമ്പോഴാണ് നിങ്ങളുടെ വ്യക്തിത്വം. മണവാളിന് കീഴ്പ്പെടണം, മണവാളിനെ അനുസരിക്കണം. ഇത് പറയുമ്പോൾ ആധുനിക യുഗത്തിലെ വനിതാ സമൂഹങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇന്ന് വനിതാ വിമോചന മുന്നേറ്റ സമിതികളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ പിടിക്കത്തില്ല. പക്ഷേ തമ്പുരാൻ കർത്താവ് കൽപ്പിക്കുക, നീ നിൻ്റെ ഭർത്താവിനെ അനുസരിക്കണം, ഭർത്താവിന് കീഴ്പ്പെടണം, ഭർത്താവിന് വിധേയപ്പെടണം. എന്തിനെൻ്റെ ഊഷ്മളതയാണെന്നറിയാമോ? അതുകൊണ്ട് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരട്ടെ. മണവാളനോട് പറഞ്ഞു, നീ സ്നേഹിച്ചാൽ മതി. അത് നിസ്സാരമല്ല. ഈ 3 കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് ഉദാഹരണമായിട്ട് തൊട്ട് വായിക്കും. എഫേസ്യയിൽ നമ്മൾ വായിക്കുന്നു, മശിഹ സഭയെ സ്നേഹിച്ചതുപോലെ മണവാള നീ നിൻ്റെ മണവാട്ടിയെ സ്നേഹിക്കണം. മശിഹ സ്നേഹിച്ചത് എങ്ങനെയാണ്? ഒരു വാക്കുകൊണ്ടല്ല, ഒരു ചിരി കൊണ്ടല്ല, തൻ്റെ സ്വന്തം ജീവനെ കൊടുത്ത്, അവസാനത്തുള്ള രക്തം വരെയും കൊടുത്ത്, താൻ അവൾക്ക് മറുവിലയായിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് ഒരു ജീവനുണ്ടാക്കുവാൻ കോണം സഭയാകുന്ന മണവാട്ടിയെ സ്നേഹിച്ചു. അത്ര ത്യാഗനിർഭരമായ, താൻ സ്വയം ഒന്നുമില്ലായ്മയിലേക്ക് പോയിക്കൊണ്ട് മണവാട്ടിയെ കരുതി ഉയർത്തുവാൻ കോണം ശ്രമിക്കുന്ന ഒരു അനുഗ്രഹീത ജീവിതം. ഈ ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് ഈ കുഞ്ഞുങ്ങൾ തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബോസൻ്റെ വിവാഹത്തിൽ സംബന്ധിക്കുന്നതിൽ ഞങ്ങൾക്ക് വൈദികർക്കൊക്കെ ഏറെ സന്തോഷം, അഭിമാനമുണ്ട്. കാരണം അനുഗ്രഹീത ഒരു കുടുംബത്തിലെ ഒരു പൈതൽ പ്രായം മുതൽ ആത്മീക ക്രിസ്തീയ അനുഭവത്തിൽ ഒരു സാക്ഷ്യമുള്ള ജീവൻ നയിപ്പാൻ കോണം കഴിഞ്ഞു. ആ സ്വർഗീയ വരപ്രസാദം ലഭിച്ചൊരു കുഞ്ഞ് ബുദ്ധിപരമായി ദൈവാശ്രയത്തിൽ ദൈവകൃപയിൽ വളരുവാൻ തക്കോണം ഇടയായി എന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സെൻറ്റ് ഇഗ്നേഷ്യസിൻ്റെ ജീവിതാനുഭവത്തിൽ പറയുന്നുണ്ട്, അമ്മയുടെ കണ്ണുനീരാണ് അദ്ദേഹത്തെ ഒരു പരിശുദ്ധനായി
രൂപപ്പെടുത്തുവാൻ കാരണമായത്. ഓരോ കുഞ്ഞുങ്ങളുടെയും സ്വഭാവചര്യയുടെ പിന്നിൽ